ഗുരു എനിക്ക് പറഞ്ഞു തന്നാലും എന്താണ്? സുഖായ കർമാണി ലോകെ, ലോകത്തിലെല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖജീവിതം വേണേ എന്നാണ്. ഇന്ന് വരെ ആരും അമ്പലത്തിൽ പോയി പറഞ്ഞില്ല കുറച്ച് കഷ്ടകാലം തരൂ ഭഗവാനെ, കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് തരണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും എന്താ വേണ്ടത്? എല്ലാവരും പറയാ സുഖജീവിതം. അങ്ങനെ പറയില്ലെങ്കിലും കഷ്ടപ്പാട് വരുത്തരുതേ, ബുദ്ധിമുട്ട് വരുത്തരുതേ, ദുരിതം വരുത്തരുതേ, ഇല്ലേ? ആണോ? ഈ ഭഗവാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഭഗവാനെ സമ്മതിക്കണ്ടേ? ഇപ്പൊ ഒരു രോഗി എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? എങ്ങനെങ്കിലും കൃഷ്ണ അതൊന്ന് മാറ്റി തരണം. അവിടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടർ എന്താ പ്രാർത്ഥിക്കുക? ഒരു ഡോക്ടർ എന്താ പ്രാർത്ഥിക്കുക? ഞാൻ നിങ്ങളോട് തമാശ പറയില്ല, ചില കാര്യങ്ങളൊക്കെ അത്ഭുതമാണ്. എന്നെ ഒരു ഹോസ്പിറ്റലിൽ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയി. അപ്പൊ ഇവര് ഒന്ന് അനുഗ്രഹമായിട്ട് സ്വാമിജി 2 വാക്ക് പറയാം. അപ്പൊ മന്ത്രി, MLA എല്ലാ കുന്തങ്ങളും ഉണ്ടാവുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ അനുഗ്രഹം പറയല്ലോ, കാരണം എനിക്ക് അറിയണം ഇവരെന്താ പറയുന്നത്. അപ്പൊ മന്ത്രിക്ക് കത്തി കയറി പറഞ്ഞിങ്ങനെ കയറിയിട്ട് പറഞ്ഞു, ഈ ആശുപത്രി വളർന്ന് വികസിച്ച് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വലിയൊരു സമ്പ്രദായം ആക്കണം. MLA മോശമാക്കിയില്ല. അവസാനം എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിലെ രോഗികളെ ഇല്ലാതെ ആവട്ടെ എന്ന്. രോഗി ഉണ്ടെങ്കിലല്ലേ ഇത് വളർത്തേണ്ടുള്ളൂ. രോഗികളിലേക്ക് പിന്നെ ഇത് വളർത്തേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ആവശ്യം ആരെയാണ്? രോഗികളുണ്ടാവലാണ്. അപ്പം എന്നതുപോലെ ഒരു ഡോക്ടറെ എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുക? പേഷ്യൻ്റൊക്കെ കുറവാ ഭഗവാനെ, ഇതൊക്കെ വല്ലതൊക്കെ വന്നാൽ നന്നായിരുന്നു എന്ന്. ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നമുള്ള അല്ലേ, എന്താ പ്രാർത്ഥിക്കുക? ഇതൊന്നും മാറിക്കിട്ടിയാൽ മതിയായിരുന്നു പ്രശ്നങ്ങളൊക്കെ. ഒരു വക്കീൽ എന്താ പ്രാർത്ഥിക്കുക? എന്താ ഈ ഭാര്യയും ഭർത്താവൊന്നും തമ്മിൽ തെറ്റാത്തത്? ഇതൊക്കെ ഒന്ന് തമ്മിലടിച്ചാലല്ലേ ഞങ്ങൾക്കൊരര കിട്ടുള്ളൂ, അല്ലേ? ആണോ? അപ്പം ഒന്ന് വളരുന്നത് മറ്റൊന്നിന് കേടാണ്. ആണോ? ഇതിൽ പേതാ ഭഗവാൻ കേൾക്കുക? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെയാണ് മനസ്സിലാക്കുന്നത് സുഖായ കർമാണി കരുത്. എല്ലാവർക്കും സുഖാണ് വേണ്ടത്. പക്ഷേ ആത്മാർത്ഥമായി പറഞ്ഞാൽ സുഖജീവിതം ആഗ്രഹിക്കുന്നു എന്നല്ലാതെ അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. അതെന്താ കാരണം? കാരണം പലതാണ്. കാലം അങ്ങനെയാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. എത്ര സുഖം നിങ്ങൾ അനുഭവിക്കുന്നു അത്ര ദുർബലതയിലേക്ക് മനസ്സ് പോകും. ഇപ്പൊ നോക്കൂ, രോഗം. ഇപ്പൊ മധുരം അമിതമായി കഴിച്ചാൽ അത് രോഗമാണ്, നമുക്കറിയാം. ആണോ? ഏത് നമ്മൾ നോക്കൂ, സുഖം അമിതമാണോ അത് പിന്നീട് ഒരു രോഗമാണ്. മനുഷ്യൻ അമിതമായ ലൈംഗികത്തിലേക്ക് വീണു എയ്ഡ്സ് പോലുള്ള രോഗങ്ങളും കയറിയോ? ഉണ്ടോ? പറയൂ. ഏത് സുഖം നോക്കൂ, മനുഷ്യനെ ചിന്തി. ഇപ്പൊ നോക്കൂ, ലഹരി അമിതമായി കുറെ കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും അതിൽ നിന്ന് അവൻ മാനസിക രോഗിയാണ്. പിന്നെ ആണോ? പിന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ഏത് സുഖവും നമുക്ക് വേറൊരു രീതിയിലാണ് കാലം തരുന്നത്. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നോക്കൂ, നിങ്ങൾ വീടൊക്കെ നല്ല, നമ്മളിപ്പം ടൈൽസ് ഒക്കെ ഇട്ടപ്പോഴേക്കും നമുക്ക് ആർത്രൈറ്റിസ് കയറി വരാൻ തുടങ്ങി. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലിന് അസുഖം വരാൻ കാരണം പണ്ട് ചാണകം മെഴുകിയെടുത്ത് ഈ പ്രശ്നം ആയിരുന്നില്ല. ഇതിന് കാരണം ഈ ടൈൽസ് ആണ്, അങ്ങനെ കെമിക്കലാണ്. ആണോ അല്ലയോ? ഈ വർഷം തന്നെ നോക്കൂ, നിങ്ങൾ എല്ലാവരും കോൺക്രീറ്റ് വീട്ടിലേക്ക് പോയി, കോൺക്രീറ്റ് ആക്കി. അപ്പം AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ. ആണോ? അതുകൊണ്ട് ഈ വർഷം കറണ്ടിനൊക്കെ വലിയ ഉണ്ടായോ? അപ്പൊ നമ്മൾ ഒരു വശത്ത് സുഖം അനുഭവിക്കും തോറും വേറൊരു വശത്ത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും താങ്ങാനുള്ള ശേഷിയും കഴിവും കരുത്തും കുറഞ്ഞു വരികയാണ്. ആണോ അല്ലേ? അപ്പൊ പിന്നെ ജീവിതം എങ്ങനെ സുഖമാവും? ജീവിതത്തെ എങ്ങനെ സുഖമാക്കാം? ഇതാണ് ചോദ്യം. ജീവിതം സുഖമാവണം എന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ ജീവിതം വിചാരിച്ച പോലെ സുഖം നമുക്ക് നിലനിർത്താൻ പറ്റില്ല. കാലം നമ്മളെ രോഗത്തിലേക്കും പ്രായത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ മാറ്റും. ആണോ? നിങ്ങൾ നോക്കും, മക്കളെയൊക്കെ സ്നേഹിച്ച് വളർത്തി അവർ വലുതായി കുറെ കഴിഞ്ഞാൽ അവരുടെ പാട്ടിൽ പോയി പിന്നെയും നിങ്ങൾ ഒറ്റപ്പെടുകയാണ്.
പിന്നെ നിങ്ങൾക്ക് തന്നെ വിഷമം, അവർക്കൊരു ബാധ്യതയാവോ ആണോ? അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ പോയി നിന്നാലും അവരൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം അത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിലുള്ളൊരു ഇടപെടലാണ്. ആണോ? എവിടെയോ ഒരു പിടുത്തമുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതിനെന്താ ഒരു പരിഹാരം എന്നാണ് ചോദിക്കുന്നത്. നല്ല ചോദ്യമല്ലേ ഇത്? അപ്പൊ അതിനുത്തരം പറയാണ്. ഉത്തരം ഇതാണ്. എന്താണ്? എല്ലാറ്റിനും കാരണം മനസ്സാണ്. ആരാണ്? ഇപ്പൊ എന്താ മനസ്സെന്ന് പറഞ്ഞാൽ? ഞാൻ പറയുന്നത് എപ്പോഴും ഓർക്കണം. മനസ്സെന്ന് പറഞ്ഞാൽ ശ്രദ്ധ. എന്താ ഇവിടെ അർത്ഥം എടുക്കേണ്ടത്? ഈ ശ്രദ്ധ. അപ്പം ശ്രദ്ധ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലൗകികത്തിലേക്ക് തിരിച്ചുവിട്ടാൽ നിങ്ങൾ സുഖമല്ല അനുഭവിക്കുക, ഇല്ലാത്തതും കിട്ടാത്തതും നഷ്ടപ്പെട്ടതും അയവിറക്കും മനസ്സ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്കൊരു ചായ തന്നാൽ തന്നെ അതിൽ അല്പം മധുരം കൂടിയോ ഷുഗർ കയറോ ഇതന്നെ ചിന്തിക്കും. മനസ്സിലാവും? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കും. നിങ്ങളെ ആസ്വദിപ്പിക്കാൻ കാലം അനുവദിക്കില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നോക്കൂ, നിങ്ങൾ രാത്രി പുലർച്ചയ്ക്കൊക്കെ തണുപ്പത്ത് കടന്നുറങ്ങണം എന്നൊക്കെ, നല്ല തണുപ്പിൽ കടന്നുറങ്ങണം നിങ്ങൾ ആഗ്രഹിക്കും. കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്ന കാലത്തെണീറ്റ് നടക്കാൻ പോകുന്നു, അതേ ഇതിനൊരു പരിഹാരമുള്ളൂ. അപ്പൊ നിങ്ങൾ നടക്കാം. ഏത് കാര്യത്തിലും കാലം നിങ്ങളെ സുഖമായി ജീവിക്കാൻ പറയൂ അനുവദിക്കില്ല. രോഗങ്ങളായിട്ടോ അല്ലേ, ഓരോ ചിന്തകളായിട്ടോ അനാവശ്യ ഉത്കണ്ഠകളായിട്ടോ ഒക്കെ ഇത് നമ്മുടെ കൂടെ വരും. അപ്പൊ ഇത് മറികടക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? ശ്രദ്ധയെ അനുഷ്ഠാനത്തിലേക്ക് തിരിക്കുക. ഇതിലേക്ക് അതിൽ ഒരു ലയം വന്നാൽ അതിലൊരു സുഖമുണ്ട്. എത്ര ലയം വരുന്നോ അത്രയും സുഖത്തിന്റെ തീവ്രത കൂടും. അത് പിന്നെ ആനന്ദമായി, പരമാനന്ദമായി. അപ്പൊ ജീവിതം സുഖമാക്കാനുള്ള ഒരു വഴി എന്താണ്? ലൗകികത്തിൽ നിങ്ങൾക്ക് ജീവിതം സുഖമാക്കാൻ തല കുത്തി മറിഞ്ഞാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാലം അനുവദിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സീതയൊക്കെ വീണ്ടെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഗർഭിണിയായിപ്പിക്കും, വീണ്ടും ആശ്രമത്തിൽ കൊണ്ടുവിടും. ഒന്നോ, രാമൻ അവതാരമൂർത്തിയാണ്. സ്വന്തം മക്കളെ കാണാൻ രാമന് പറ്റിയില്ല. ആദ്യം ആ കൊച്ചു കുട്ടികൾ വളർന്നു വരുന്ന ആ കുട്ടിപ്രായത്തിലാണല്ലോ രസം. അതൊന്നും കാണാനുള്ള ഭാഗ്യം ആർക്കുണ്ടായില്ല. ഇനി ഇപ്പുറത്ത് കൃഷ്ണന്റെ കാര്യം നോക്കൂ. തന്റെ മക്കളായി നശിപ്പിച്ചു, എല്ലാം തമ്മിൽ തല്ലി തകർത്ത് കൈ കൊടുത്തു. ഉണ്ടോ? യാദവ വംശം നശിപ്പിച്ചു കളഞ്ഞു. അപ്പം ഏത് അവതാരമൂർത്തിക്ക് കാലം അനുവദിച്ചിട്ടുണ്ട് സുഖം? പിന്നുണ്ടോ മനുഷ്യന്റെ കാര്യം? അപ്പൊ അതുകൊണ്ട് കാലം നിങ്ങളെ ഇവിടെ സുഖജീവിതത്തിൽ ജീവിക്കാൻ ഇത് നമ്മൾ ആദ്യമേ വരച്ച് ഉറപ്പിക്കണം. ലൗകികം കാലനിയോഗമാണ്. എന്താണ്? നിങ്ങളുടെ ശരീരം കാലത്തിന്റെ നിയോഗത്തിലാണ്, നിങ്ങളുടെ കുടുംബജീവിതം കാലനിയോഗത്തിലാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആണോ? അപ്പൊ എനിക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ ഞാൻ അനുഷ്ഠാനത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് അതിൽ അടിയുറച്ച് മുഴുകി രസിച്ചു പോകും. ഇതിന്റെ പേരാണ് ആത്മാനന്ദം. ഗീത 5:22, 5:24. ഗീത 5:22, 5:24. ഏഹി സംസ്പർശജാഭോഗ ദുഃഖയോനയ ഏവത്തെ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ പുത്ര. നമുക്ക് ലൗകികമായി കിട്ടുന്ന സുഖങ്ങളൊക്കെ നോക്കൂ, നിങ്ങൾ എത്ര ആ ഒരു അനലൈസ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ. സംസ്പർശം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സ്പർശത്തിൽ കിട്ടുന്ന സുഖം പോലെ അല്പസമയം, അല്പകാലം. എത്ര കാലം? അല്പകാലം. അപ്പൊ നമുക്ക് കിട്ടുന്ന സുഖങ്ങളൊക്കെ അല്പകാലം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് സമൃദ്ധമായ പായസം കൂട്ടി ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ്, സപ്താഹം കഴിഞ്ഞാൽ ആത്മീയമായി വളരെ ഉയരും. കാരണം എന്താണ്?
നിങ്ങൾക്ക് കൃഷ്ണന്റെ അതേ അവസ്ഥ വരും. മധുരാധിപതേ അഖിലം മധുരം. കൃഷ്ണൻ ആരാണ്? മധുരാധിപതേ. അധരം മധുരം, വദനം മധുരം. ഇത് പാൻക്രിയാസ് മധുരം, ലിവർ മധുരം, കിഡ്നി മധുരം. മധുരാധിപതേ അഖിലം മധുരം. നിങ്ങൾക്ക് ഡോക്ടറോട് പറയാൻ പറ്റുമോ 7 ദിവസം സപ്താഹം കൂടി വരികയാണ്? എന്നും സ്വാമി പറഞ്ഞിട്ടുണ്ട്, സപ്താഹം കഴിഞ്ഞാൽ മധുരം കൂടുന്നു. അപ്പൊ നമുക്കറിയാം, അമിതമായിട്ട് അങ്ങോട്ട് അകത്തേക്കാക്കിയാൽ കാലം ഒരു ശിക്ഷ തരും. ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ ഇപ്പൊ കൂടുതൽ ശ്രമിക്കുന്ന എന്താണ്? പണ്ട് കാലത്ത് കേരളീയര് വണ്ണം വെക്കാനായിരുന്നു ശ്രമിച്ചത്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന എന്തിനാണ്? വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കി, ഈ ജിമ്മിലൊക്കെ പോകുന്ന ആമ്പിള്ളരും പെമ്പിള്ളരും ഒക്കെ വയറുള്ളിലേക്ക് ആക്കാനാണ്. ഇതെങ്ങനെ പുറത്തായത്? അങ്ങോട്ട് അടിച്ചു വിട്ടു. അപ്പൊ അന്ന് കഴിക്കുമ്പോ ഓർമ്മയില്ല ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം? അകത്തേക്ക്. എന്നിട്ട് പട്ടിണിയും കടന്ന് ആ ജിം ഇൻസ്ട്രക്ടർ പറഞ്ഞിരിക്കുക ഇതേ കഴിക്കാം. എന്നിട്ട് പട്ടികളെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുക. കഷ്ടാട്ടോ. ഇല്ല, ഞാൻ നിങ്ങളോട് തമാശയില പറയണത്. ഒരു ഭ്രാന്താണ് കുറെ കുട്ടികൾക്ക്. ഇത് ഇൻസ്ട്രക്ടർ പറഞ്ഞിട്ട് 1 ഗ്ലാസ് പാലും ഇതൊക്കെ കഴിക്കാവുള്ളൂ, എന്നാലേ വയറകത്താവുള്ളൂ എന്ന്. മര്യാദയ്ക്ക് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി ഒരു 10 റൗണ്ട് അടിച്ച അത് ചെയ്യില്ല. ജിമ്മിൽ തന്നെ പോണം. മനസ്സിലായില്ലേ? അത് ആയിക്കോട്ടെ, വിരോധമല്ലേ, അതൊക്കെ ആവട്ടെ. അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, നമ്മൾ എന്ത് സുഖം അനുഭവിച്ചോ കാലം തിരിഞ്ഞു കുത്തുന്നുണ്ട് എന്നുള്ളത്. ഉണ്ടോ? രോഗമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും ശരീരത്തിന്റെ വണ്ണായിട്ടും ഫാറ്റായിട്ടും അതായിട്ടും ഉണ്ടോ? പറയൂ നിങ്ങൾ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനി. ഏത് ഭോഗവും ദുഃഖത്തിലേക്കാണ്. അത് പലതരത്തിലുള്ള ദുഃഖം നമ്മളെ വേട്ടയാണ്. ഇന്നത്തേഷു രമതേ ബുദ്ധ. വിവേകികള് അതിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കരുത്. അവരെന്ത് ചെയ്യണം? 24-ാം ശ്ലോകം. യോന്ത സുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയോയി കൽപ്പത്തെ. കണ്ടോ? അന്തരാരാമ. എവിടെയാ സുഖം അനുഭവിക്കേണ്ടത്? അന്തരാരാമ. സുഖ അന്തരാരാമ. എവിടെ സുഖം അനുഭവിക്കണം? മനസ്സിലാവില്ലേ? അന്തരാരാമ. എവിടെ രമിക്കണം? ഉള്ളിൽ. അതാണ് അനുഷ്ഠാനം. അനുഷ്ഠാനത്തിൽ രമിക്കാൻ പരിശീലിച്ചാൽ, അനുഷ്ഠാനത്തിൽ രമിക്കാൻ പരിശീലിച്ചാൽ ജീവിതം എന്നും സുഖമാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അനുഷ്ഠാനത്തിൽ മനസ്സിനെ രമിപ്പിക്കണം. ഈ ഒരു കഥ പറയുമ്പോഴാണ് വരാഹ അവതാരത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഇപ്പൊ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്യുന്ന സമയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം സമയം ഇപ്പം 5 മണിയെ. ഞാനിങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണേ. അപ്പം സനൽകുമാരാദി മഹർഷിവര്യന്മാര്, അത് കഴിഞ്ഞിട്ട് ഏകാദശരുദ്രന്മാര്, അങ്ങനെ കഴിഞ്ഞ് ഒരെണ്ണം കല്യാണം കഴിക്കില്ല. അവസാനമാണ് ഇദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ നിന്ന് 2 പേര് വരുന്നത്. ഒന്ന് നമ്മുടെ ഭാരത കൺസെപ്റ്റില് ഇവര് ക്രിസ്ത്യൻസ് ആഡം ആൻഡ് ഈവ് എന്നൊക്കെ പറയുന്ന, ആദവും ഹവ്വയും എന്ന് പറയുന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് സ്വയംഭൂമനവും ശതരൂപാദേവിയാണ്. ആരാണ്? ഇതെല്ലാം ബ്രഹ്മാവ് മനസ്സ് സൃഷ്ടിച്ചു. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രതീകമാണ്. അപ്പൊ മനസ്സിൽ നിന്ന് വന്നു. അങ്ങനെ 2 പേര് കുടുംബമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല. അതിനെ ഒരു അസുരൻ അപകരിച്ചു. അപ്പൊ പിന്നെ അടുത്ത കഥ പറയാണ്. കൃഷ്ണന്റെ പാർഷദന്മാരായിട്ട് ജയവിജയന്മാരെന്നും അവരെ കാണാൻ ഒരിക്കൽ ഭഗവാൻ സനൽകുമാരാദി മഹർഷിമാര് ഭഗവാനെ കാണാൻ പോയെന്നും ഈ കാവൽക്കാർ തടഞ്ഞു നിർത്തിയെന്നും അങ്ങനെ അവർ ശപിച്ച് ഈ കാവൽക്കാർക്ക് കിട്ടിയ ശാപപ്രകാരം അവര് ദിതിയുടെ മക്കളായി ജനിച്ചു. ഒരു ദിവസം അതിഥി ദിതി എന്ന കശ്യപന് 2 ഭാര്യമാരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗവതം ഇത്തിരി പരിചയമുണ്ടെങ്കിൽ കഥ മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ അടിച്ചുവിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വായിക്കണേ കഥ, എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്ന കഥ മനസ്സിലാവുള്ളൂ. അപ്പൊ കശ്യപൻ എന്ന ബ്രാഹ്മണന്റെ 2 ഭാര്യമാരാണ് അതിഥിയും ദിതിയും. അതിൽ ദിതി സന്ധ്യാസമയത്ത്
ഭർത്താവ് സന്ധ്യാവന്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവൾ കാമപീഡിതയെ, അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല തൻ്റെ കാമത്തെ. ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് പുത്രഭാഗ്യം തരണമെന്ന് പറഞ്ഞു. ഈ സമയം പറ്റില്ല. ഈ സമയത്ത് പുത്രഭാഗ്യം തന്നാൽ ആ ഉണ്ടാവുന്ന കുട്ടികളിൽ ആസുരികത വരും. അതുകൊണ്ട് ഇപ്പൊ പാടില്ല ദേവി. അതൊന്നും പറഞ്ഞില്ല, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി പുത്രഭാഗ്യം കൊടുക്കണം. അപ്പൊ ശപിച്ചു കളഞ്ഞു, നിനക്കുണ്ടാവുന്ന പുത്രന്മാര് ആസുരിക സ്വഭാവം ഉള്ളവരാവട്ടെ. അങ്ങനെയാണ് ദിതി ഗർഭം ധരിച്ചപ്പോ 2 കുട്ടികൾ ട്വിൻസ് വന്നു. ഈ കുട്ടികളാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷൻ. പറഞ്ഞ പോലെ ആസുരിക സ്വഭാവം. കാലുപിടിച്ചു ഭർത്താവിന്റെ, എൻ്റെ കുട്ടികളുടെ ഗതി പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഭഗവാന്റെ കൈകൊണ്ട് മരിക്കും എന്ന് മാത്രമല്ല ഒരു പുത്രന്റെ പുത്രൻ ഭാഗവതോത്തമനായി മാറും. അങ്ങനെ നിനക്കൊരു ഭാഗ്യം കിട്ടും. അപ്പൊ ഇതിൽ ഹിരണ്യാക്ഷൻ ഈ ഭൂമിയെ അപഹരിച്ചു രസലോകത്തിൽ കൊണ്ടുപോയി. ഈ സ്വയംഭൂമനും ശതരൂധാദേവി ഇങ്ങനെ താമസിക്കാൻ ഇടമില്ലാതെ കണ്ണടച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് അവിടെ വന്നു. ബ്രഹ്മാവ് ഇരുന്ന് ധ്യാനനിരതനായി. ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു കട്ട പുറത്തു വന്നു. ജലദോഷമല്ല, ആ രൂപമാണ് വലിയൊരു രൂപമായി പന്നിയുടെ രൂപമെടുത്തത്. അപ്പൊ നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള കഥ പറഞ്ഞാൽ സത്യത്തിൽ നമുക്കതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാം. ഒരു പന്നി ഭൂമിയെ അസുരൻ ഭൂമിയെ കൊണ്ടുപോയി, പിന്നെ പന്നി തേറ്റമേൽ ഭൂമി ഉയർത്തിക്കൊണ്ടുവന്ന് ഹിരണ്യാക്ഷനെ വധിച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു കഥ പറയുമ്പോൾ ഇന്നത്തെ ഒരു തലമുറ ഉൾക്കൊള്ളൂ ഇല്ല. ഇവിടെ ഈ പന്നിയുടെ രൂപത്തെ വിളിക്കുന്ന യജ്ഞം എന്നാണ്. എന്താണ്? യജ്ഞവരാഹം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ വരാഹം എന്നത് പന്നിയാണ്. പന്നി ഏറ്റവും മാലിന്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിന് മാലിന്യമാണ് ഇഷ്ടം, അല്ലേ? എന്ന് വെച്ചാൽ ഏറ്റവും താഴ്ന്നതും. അപ്പൊ ഭഗവാൻ അത്തരം ഒരു അവതാരം എടുത്ത് ഭഗവാൻ ഭൂമിയെ ഉയർത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം തൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. താഴ്ന്നു കിടക്കുന്ന ഭൂമിയെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഭൂമിയുടെ കഥയല്ല. ഭൂമി എന്ന വാക്കിന് ഭൂമിക. ഭഗവാൻ ഉയർത്തുന്നതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് ഭൂമൻ. എന്താണ്? നാരായണീയത്തിൽ 2-3 തവണ ആവർത്തിക്കുന്ന വാക്കാണ് ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം കലുവിമതലരം സത്വമാത്മ കസ്മാനോ നിഷ്കളസ്തം സകള വിധിവച ത്വൽകലാസേവ ഭൂമൻ. വീണ്ടും 91-ാം ദശകത്തിൽ 2-ാം ശ്ലോകത്തിൽ ഞാൻ ചൊല്ലിയല്ലോ, ഭൂമൻ കായേന വാച മുഹുരഭി മനസ തുടങ്ങി. അപ്പൊ ഭൂമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിനെ ഉയർത്തുന്നവൻ. ഇപ്പോൾ നമ്മുടെ മനസ്സ് ചേറിൽ കിടക്കുകയാണ്. എവിടെയാണ്? ഏത് ചേറിലാണ് കിടക്കുന്നത്? മനസ്സിപ്പോൾ കിടക്കുന്നത് സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, ധാഷ്ട്യത്തിന്റെ, അലസതയുടെയൊക്കെ. അതിനെയാണ് ഇവിടെ എന്തായി കാണേണ്ടത്? മാലിന്യമായി കാണേണ്ടത്. അതിൽ നിന്നും ആരെ ഉയർത്തണം? ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ മനസ്സ് വലിയ ടോപ്പിലാണ്. മനസ്സ് എവിടെ കിടക്കുന്നത്? ഈ ചളിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നും ആരെ ഉയർത്തിക്കൊണ്ടുവരണം? അപ്പൊ അതായത് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും ഇതൊക്കെ വെറും ചളിയാണെന്ന് നമ്മൾ അറിയണം, മനസ്സിലാവുന്നുണ്ടോ? അത് ജീവിതത്തെ നോക്കൂ. ചളി ദുർഗന്ധമാണ്. ചളി അവിടെ ഒട്ടിപ്പിടിച്ച് നിങ്ങൾ കാല് കൊണ്ടുപോയാൽ അവിടെ കിടക്കും. ഇതുപോലെ ഈ ചളിക്കൂട്ടി തന്നെ എന്നും കിടക്കേണ്ടി വരും. അതിൽ നിന്നും ആരെ പൊക്കിക്കൊണ്ടുവരണം? മനസ്സിനെ. അതിനുള്ള മാർഗമാണ് യജ്ഞം എന്നുള്ളത്. എന്താണ് യജ്ഞം? എന്താണ് യജ്ഞം എന്ന് പറഞ്ഞാൽ? യജ്ഞം എന്ന വാക്കിന് നിങ്ങൾ നോക്കൂ, ഹോമത്തിന് നമ്മൾ യജ്ഞം എന്ന് വിളിക്കും. അപ്പം സമർപ്പിക്കുക, ഹവിസ് സമർപ്പിക്കുക, അതാണല്ലോ യജ്ഞം. അപ്പോ കൂട്ടായ സഹകരണത്തിലൂടെ അനുഷ്ഠാനങ്ങൾ ചെയ്ത് മനസ്സതിൽ അർപ്പിച്ചാൽ അതിന്റെ പേരാണ് യജ്ഞം. അപ്പൊ യജ്ഞം ചെയ്യുമ്പോൾ എന്തായി?
മനസ്സ് ക്രമേണ ക്രമേണ ചളിയിൽ നിന്നും ഉയർന്നു വരും. അതാണ് ഭൂമിയെ ഉയർത്തൽ. അപ്പൊ ഈ ഭൂമിയെ ചളിക്കുണ്ടിൽ ആരാ കൊണ്ടുവച്ചത്? അസുരനാണ്. എന്താ അവന്റെ പേര്? ഹിരണ്യാക്ഷൻ. അപ്പൊ ഹിരണ്യ അക്ഷൻ എന്നാണ്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ് അർത്ഥം. എന്താണ്? അതിൽ അക്ഷി വെച്ചത്. ഏതാണ് സമ്പത്ത്? അതായത് ഒരു സ്വാർത്ഥനെ സംബന്ധിച്ച് സമ്പത്ത് ലൗകികമായിരിക്കും. ഏതായിരിക്കും? ഇപ്പൊ നമ്മുടെ ഒരു സമ്പത്ത് നമ്മൾ വിചാരിക്കുന്നത് ഹെൽത്ത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും, ബന്ധുമിത്രാദികൾ എന്നും ഉണ്ടാവും, പണം നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ലേ? ആണോ അല്ലയോ? ചിലർ വിചാരിക്കണം സ്വർണ്ണം എന്റെ കൂടെ ഉണ്ടാവും. പലതും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, നാളെ നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. നോക്കൂ, നിങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് നോക്കൂ. ഇപ്പം നമ്മുടെ ഈ ഭാഗങ്ങളിൽ അത്ര പ്രശ്നമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. റിച്ചാർഡ്സ് ഞങ്ങൾ കേട്ടില്ലേ, ഭൂകമ്പം എന്നൊക്കെ. ഒരു 8 ഇതിലങ്ങോട്ട് സ്കെയിലില് ഭൂമി ഒന്ന് കുലുങ്ങിയാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കാര്യം? നമ്മുടെ വീടും പറമ്പും ഒക്കെ എത്രയേ ഉള്ളൂ. ഇതിപ്പോ ഭൂമി അങ്ങനെ കറങ്ങണേ ഉള്ളൂ, കുലുങ്ങണില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കുലുങ്ങാതെ നടക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ? ആണോ? നമുക്കങ്ങനെ ഒരു അപകടമില്ല. ഒരു 200 കിലോമീറ്റർ കാറ്റടിച്ചാൽ തീരാവുന്നുള്ളൂ നമ്മുടെ കാര്യം. ഇല്ലേ? പ്രകൃതിക്ക് അത്രയും വേണ്ട. ഒന്നും വേണ്ട. കേരളത്തിൽ അത്രയും വേണ്ട. 2 ദിവസം മുമ്പ് പെയ്ത മഴ 2 ദിവസം കൂടി പെയ്താൽ മതി. അത്രയും നമ്മുടെ കാര്യമുള്ളൂ. അല്ലേ? ശരിയല്ലേ? ആണോ? അത്രയും നമ്മുടെ കാര്യം. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൈവശമുള്ളതാണ്, എന്റെയാണ്. ഇതൊക്കെ ഉള്ള അഹങ്കാരത്തിലൊന്നും കാര്യമൊന്നുമില്ല. ശരിയല്ലത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ എഴുതി വെച്ചത്, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതാന്ന്. അപ്പൊ ഈ ആത്മീയത ഉണ്ടല്ലോ, ഈ രണ്ടും നിങ്ങൾക്ക് വേർതിരിച്ചറിയണം. ഭൗതികത വേണം, നമുക്ക് ലൗകികത വേണം. പക്ഷെ അതിൽ മനസ്സർപ്പിച്ച് ജീവിച്ചാൽ കുരുക്കും. ഭാര്യ വേണം, ഭർത്താവ് വേണം. പക്ഷെ 24 മണിക്കൂറും ഭാര്യ ഭർത്താവായ പ്രശ്നമാണ്. മക്കളൊക്കെ വേണം. പക്ഷെ അതൊക്കെ ഒരു വ്യവഹാര ബന്ധങ്ങളാണ്. പാരമാർത്ഥികമായി ബ്രഹ്മപ്രാപ്തിക്ക് ധർമാനുഷ്ഠാനം തന്നെയാണ് വഴി. ഈ ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ലൗകിക ബന്ധങ്ങൾ പുറത്തു വെച്ചാലും അകത്ത് നിങ്ങൾ ബ്രഹ്മപ്രാപ്തിക്ക് പണിയെടുക്കും. പുറത്തു വെക്കേണ്ടതിനെ പുറത്തു വെക്കണം. പണ്ട് കാലത്ത് നമുക്ക് ഈ തിരിച്ചറിവുണ്ടായിരുന്നു. പഴയ കാലത്ത് പട്ടി പുറത്തും കുട്ടി അകത്തുമായിരുന്നു. അന്ന് നമുക്ക് ആ ബോധം ഉണ്ടായിരുന്നു, ഇല്ലേ? ആണോ? അതുപോലെ പണ്ട് ടോയ്ലറ്റ് പുറത്തായിരുന്നു, കഴിക്കൽ അകത്തും കളയൽ പുറത്തു വരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ നോക്കൂ, കഴിക്കാൻ പുറത്തും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. എവിടേക്കാ പോണ? കഴിക്കാൻ പോവുകയാണ്. ഇത് കളയലോ, ഇതകത്തോ. കുട്ടികൾ എവിടെ? കുട്ടികൾ പുറത്ത്, അകത്തോ പട്ടിയാണ്. അപ്പൊ പുറത്തായതൊക്കെ അകത്തായി, അകത്തുള്ളതൊക്കെ പുറത്തുപോയി. കാലത്തിന്റെ വൈഭവം. അപ്പൊ ഈ രീതിയിൽ മനുഷ്യൻ സുഖജീവിതത്തിലേക്ക് അങ്ങോട്ട് മുഴുകിയപ്പോൾ നമ്മൾ അറിഞ്ഞില്ല ഇതൊന്നും നമ്മുടെ കൂടെ ശാശ്വതമായി ഉണ്ടാവുന്നതാണ്. അപ്പൊ പുറത്ത് നിർത്തേണ്ടതിനെ പുറത്ത് നിർത്തണം, അകത്ത് നിർത്തേണ്ടതിനെ അകത്ത്. അകത്തെന്താ നിർത്തേണ്ടത്? പട്ടിയാ. അതും കൊണ്ട് നടക്കരുത്. ഇനി അകത്തെന്താ നിർത്തേണ്ടത്? ഇത് നിങ്ങൾ ഇനി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അകത്തെന്താ നിർത്തേണ്ടത്? ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോകസംഗ്രഹം. ഇതാണ് അകത്ത് നിർത്തണം. ബാക്കിയെല്ലാം പുറത്ത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ പുറത്തുള്ളതൊക്കെ അകത്താക്കിയാൽ അനുഭവിച്ചു തീർക്കന്നെ വേണം. മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച വിനയാണ്. അപ്പൊ ഈ വരാഹ അവതാരം ഭൂമിയെ ഉയർത്തി പറഞ്ഞാൽ
പാവൊരു പന്നി തേറ്റമേല് ഭൂമി ഉയർത്തിയതല്ല. ഇവിടെ പന്നി എന്ന് പറയുന്നത് ഏറ്റവും ചളിക്കുണ്ടിൽ അതിൽ വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ ഇപ്പോൾ നമ്മുടെ മനസ്സ് കിടക്കുന്നത് അങ്ങനൊരു ജീവിതത്തിന്റെ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിലേക്ക് ചളിക്കുണ്ടിലാണ്. യജ്ഞവരാഹം, യജ്ഞ സംസ്കാരത്തിലൂടെ, അനുഷ്ഠാന സംസ്കാരത്തിലൂടെ മനസ്സിനെ ഉയർത്തുമ്പോൾ നമ്മളിലെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായി ഹിരണ്യാക്ഷൻ കൊല്ലപ്പെടുന്നു. ആസുരിക ഭാവം ഇല്ലാതാകുന്നു. ഈ അസുരൻ എന്ന് പറയുന്നത് വ്യക്തിയല്ല. അസുരൻ എന്ന് പറയുന്നത് ചില നെഗറ്റീവ് തോട്ട്സുകളാണ്. അത് ഗീതയിൽ 16-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. ദംഭോദർപ്പോഭിമാനശ്ച ക്രോധം പാരുഷ്യമേവച. ദംഭോദർപ്പോഭിമാനശ്ച ക്രോധം പാരുഷ്യമേവച അജ്ഞാനം ചാഭിജാത്യം ച പാർത്ഥസമ്പദമാസുരിം. ഗീത 16-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകം. കണ്ടോ? അപ്പൊ ഇതാണ് ആസുരീ ശക്തി. ദമ്പം എന്താ അറിയാലോ? ദമ്പം ദർപ്പം എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണെന്നൊക്കെ ഒരു തോന്നല്, ധാഷ്ട്യം, കാമം, ക്രോധം, ഇതിനൊക്കെയാണ് ആസുരികത എന്ന് പറയുന്നത്. ഈ ആസുരികതയിൽ നിന്ന് മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഇത് വേണം. ഈ 3 എണ്ണം ഏതൊക്കെയാണ്? 3 എണ്ണം? ബ്രഹ്മപ്രാപ്തി, ധർമാനുഷ്ഠാനം, ലോകസംഗ്രഹം. ഇതൊക്കെ പ്രയത്നിച്ച് മുന്നോട്ട് പോയാൽ മനസ്സുയർന്നു, അസുരൻ തട്ടി ചളിക്കൊണ്ടില്ലെന്നും മനസ്സ് ഉയർന്നു. മനസ്സിലായി? അപ്പൊ വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞവരാഹം, ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദുർബല വികാരങ്ങൾ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭാഗവതത്തെ പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കുള്ള സന്ദേശങ്ങളാണ്. നമ്മളെ പരിവർത്തനം വരുത്തുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ്.